ഇനി മുതൽ തണ്ണിമത്തൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണങ്ങളാണുള്ളത്. നമുക്ക് ജ്യൂസും കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇനി മുതൽ ആരും കളയരുത്, എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് വിവരം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ഇനി തണ്ണിമത്തൻ മേടിച്ച ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ജ്യൂസും ഹലുവയും നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് ഇനി ഹലുവ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഒരുവിധം വലിയൊരു തണ്ണിമത്തൻ വാങ്ങിയിട്ട് അതിൻ്റെ മേളത്തെ പച്ചത്തൊലി എത്തിക്കളഞ്ഞ് ഇതുപോലെ എടുത്തതാണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ. അപ്പം ഇതുപോലെ ചെത്തിയെടുത്തിട്ട് ഒന്നിലെ ഇത് ചെറുതായിട്ട് കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുന്ന ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ മാവ എന്ന് പറയുന്ന സാധനം. ഇതാണ് മാവ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ നെയ്യ്. അത് വെണ്ണയാകാം അല്ലെങ്കിൽ നെയ്യായാലും മതി. രണ്ട് വേണേലും അവനവൻ്റെ കയ്യിലുള്ളതനുസരിച്ചാവാം. എന്നിട്ട് പാല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ നെയ്യ് അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ആവണം. വെണ്ണയാണെങ്കിൽ നന്നായിട്ട് ഉരുകി ചേരണം. പാല് തിളയ്ക്കരുത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ഇത് താഴെ വെച്ചിട്ട് നമുക്ക് ഈ 1 കപ്പ് മിൽക്ക് പൗഡർ അത് നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് അപ്പം ഒരു മിശ്രിതം നമുക്ക് നന്നായിട്ട് കിട്ടും. അത് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതാണിത്. അപ്പം നന്നായിട്ട് ഇതുപോലെ ഉറച്ച് കിട്ടും. എന്നിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാൻ. അപ്പം എല്ലാവരും ഇത് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും അത് ഫ്രിഡ്ജ് വെച്ച് ഇങ്ങനെ ഉറച്ചതാക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് ഈ കാഷ്നട്ടാണ്. കുറച്ച് ക്യാഷ് വേണം. പിന്നെ ഒരു 4-5 ഏലക്ക പൊടിച്ചത്, ഒരു 200 ഗ്രാം പഞ്ചസാര, മൊത്തം 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 1 ടേബിൾ സ്പൂൺ നമ്മൾ ഈ മാവ് ഉണ്ടാക്കാൻ എടുത്തു, ബാക്കി 2 നമ്മൾ ഇനി ഇത് പാകം ചെയ്യാനായിട്ട് എടുക്കും. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് റോസ്റ്റായി. ഇനി നമുക്ക് പഞ്ചസാരയും തണ്ണിമത്തൻ്റെ തൊലിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക്, വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇതും കൂടി ഒന്ന് ചേർക്കാം.